നമസ്കാരം, ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി ഒരുക്കി നാട്. കല്ലൂർ കൊല്ലക്കുന്ന വളവിൽ ചരക്ക് ലോറി സ്വകാര്യ ബസ്സിലും കാറിലും ഇടിച്ചു, ആർക്കും പരിക്കില്ല. വാഹന അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന നന്ദിക്കര സ്വദേശി മരിച്ചു. നന്ദിക്കര അരക്കണൽ ജയനാണ് മരിച്ചത്. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് സംസ്ഥാനത്ത് മത്സ്യവില കുതിച്ചുയരുന്നു. വാർത്തകൾ വിശദമായി. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ നാടണഞ്ഞു. ഇനി മടക്കമില്ലാത്ത യാത്രയ്ക്കായി. കുവൈത്ത് ദുരന്തത്തിൽ മരിച്ച 23 മലയാളികൾ ഉൾപ്പെടെ 31 പേരുടെ മൃതദേഹങ്ങൾ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ കേരളമാകെ സങ്കടക്കരച്ചിലുയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിനു വേണ്ടി മൃതദേഹങ്ങളിൽ വെളുത്ത പുഷ്പങ്ങൾ അർപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ കീർത്തിവർദ്ധൻ സിംഗ്, സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സംസ്ഥാന മന്ത്രിമാർ, തമിഴ്നാടിനു വേണ്ടി മന്ത്രി KS മസ്താൻ, MP മാർ, MLA മാർ തുടങ്ങിയവരും ആദരാഞ്ജലി നേർന്നു. നെഞ്ചുപൊട്ടി ബന്ധുക്കൾ പൊട്ടിക്കരഞ്ഞു. പിന്നീട് ആംബുലൻസുകളിൽ പോലീസ് അകമ്പടിയോടെ മൃതദേഹങ്ങളുമായി വീടുകളിലേക്ക് അവസാന യാത്ര. 45 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വ്യോമസേനയുടെ പ്രത്യേക വിമാനം രാവിലെ 10:30യോടെയാണ് കൊച്ചി വിമാനത്താവളത്തിലെത്തിയത്. മന്നമംഗലം മുരുക്കുംപാറയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. മുരുക്കുംപാറ വെള്ളച്ചാലിലാണ് വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നത്. റോഡിൽ കൂടെ പോയിരുന്ന സ്കൂട്ടർ യാത്രക്കാരിയുടെ മുന്നിലൂടെയാണ് പുലിയെന്ന് സംശയിക്കുന്ന ജീവി കുറുകെ ചാടിയത്. ഭയന്നുപോയ യുവതി ഉടൻ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സ്ഥലത്തെത്തിയ മാന്നാമംഗലം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ കണ്ടത് കാട്ടുപൂച്ചയാകാമെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. വരുന്ന 2 ദിവസം സ്ഥലത്ത് വനം വകുപ്പ് നിരീക്ഷണം നടത്തുമെന്നും പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ സ്ഥലത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചു. നിരവധി നാട്ടുകാരാണ് വിവരമറിഞ്ഞ സ്ഥലത്ത് തടിച്ചുകൂടിയത്. ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് മരോട്ടിച്ചാലിൽ ആടിനെ പുലി കൊന്നിരുന്നു. 2ാം ദിനവും പുലി എത്തിയതോടെ സ്ഥലത്ത് വനം വകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. ഇതിനിടെ മുരുക്കുംപാറ ഇളംപാറയിലും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞെങ്കിലും കാട്ടുപൂച്ചയാണെന്നാണ് വനം വകുപ്പ് അറിയിച്ചത്. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കല്ലൂർ കൊല്ലക്കുന്ന വളവിൽ ചരക്ക് ലോറി സ്വകാര്യ ബസ്സിലും കാറിലും ഇടിച്ചു. വെള്ളിയാഴ്ച രാവിലെ 9-നായിരുന്നു അപകടം. കല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന മാലാഖ ബസ്സിലും വഴിയോരത്ത് നിർത്തിയിട്ട കാറിലുമാണ് ലോറി ഇടിച്ചത്. സ്റ്റോപ്പിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിനിടെ ടോൾ ഒഴിവാക്കി വന്ന ലോറി ബസിന്റെ പുറകുവശത്ത് ഇടിക്കുകയായിരുന്നു. ബസ് നിർത്തിയിട്ടത് കണ്ടിട്ടും ലോറി മുന്നോട്ടെടുത്തതാണ് അപകട കാരണം. സമീപത്ത് നിർത്തിയിട്ട കാറിന്റെ പുറകിലും ഇടിച്ചാണ് ലോറി നിന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബസിന്റെയും കാറിന്റെയും പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. അപകടങ്ങൾ പതിവായ കൊല്ലക്കുന്ന് വളവിൽ ടോൾ ഒഴിവാക്കി വരുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. രാത്രികാലങ്ങളിലും ഇവിടെ അപകടങ്ങൾ പതിവാണ്. റോഡിലേക്ക് പടർന്നു നിൽക്കുന്ന മരച്ചിലുകളും കാഴ്ച മറയ്ക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിന്റെ വശങ്ങൾ ശുചീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന നന്ദിക്കര സ്വദേശി മരിച്ചു. നന്ദിക്കര അരടക്കൽ ദാമോദരന്റെയും സാവിത്രിയുടെയും മകൻ 53 വയസ്സുള്ള ജയനാണ് മരിച്ചത്. കഴിഞ്ഞ 10-ാം തീയതി നന്ദിക്കരയിൽ വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജയൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയ്ക്കിടെ വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടു. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് സംസ്ഥാനത്ത് മത്സ്യവില കുതിച്ചുയരുന്നു. സാധാരണക്കാരന്റെ മത്സ്യം എന്നറിയപ്പെടുന്ന മത്തിക്ക് പോലും തീവിലയാണ്. കിലോയ്ക്ക് 200 മുതൽ 240 രൂപ വരെയ്ക്ക് വിറ്റിരുന്ന മത്തി നിലവിൽ 340 രൂപയായി. ചെറിയ അയലയ്ക്ക് 140 രൂപയുണ്ടായിടത്ത് 280 രൂപയാണ് ഇപ്പോഴത്തെ വില.
കൊഴുവ 1 കിലോ 140 ആയിരുന്നിടത്ത് 200 രൂപയാണ് ഇപ്പോഴത്തെ വില. 1 കിലോ നാടൻ വാളയ്ക്ക് 450 രൂപയാണ് വില. ചൂര 1 കിലോയുടെ വില 350. കണമ്പ് 260, വങ്കട 150 നിന്ന് 250 നല്ല ചെമ്മീൻ കഴിക്കണമെങ്കിൽ 400 രൂപയാണ് വില. തിരണ്ടിക്ക് കിലോ 300. ട്രോളിംഗ് നിരോധനത്തോടെയുണ്ടായ താൽക്കാലിക ക്ഷാമം കായൽ മത്സ്യത്തിന്റെ വില വർധനയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. മത്സ്യലഭ്യതയിലെ കുറവും ട്രോളിംഗ് നിരോധനവുമാണ് വിലക്കയറ്റത്തിന് കാരണമായി പറയുന്നത്. ട്രോളിംഗ് നിരോധനം ജൂലൈ 31-ന് അവസാനിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇളവ് വേണമെന്നാണ് മത്സ്യബന്ധന മേഖലയുടെ ആവശ്യം. 2 മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതി. ലഹരിക്കെതിരെ സന്ദേശം പകർന്ന് കല്ലൂർ ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ കുട്ടികൾ. ലഹരിയെ പ്രതിരോധിക്കാം എന്ന സന്ദേശവുമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റാണ് ഏറെ ശ്രദ്ധ നേടിയത്. UP തലത്തിൽ 4 വിഭാഗമായാണ് സ്കിറ്റ് അവതരിപ്പിച്ചത്. പ്രധാന അധ്യാപിക M. ശ്രീകല സമ്മാനദാനം നിർവഹിച്ചു. വീണ്ടും നമുക്ക് ശ്രമിക്കാം മീനു, അങ്ങനെ പറയല്ലേ. കാലവും കാലാന്തരങ്ങളും കടന്ന്, ദേശവും ദേശാന്തരങ്ങളും കടന്ന്, കാലത്തിന്റെ സൂചികകളായി ഞങ്ങളിതാ ഇവിടെ. സത്യത്തിന്റെ താക്കോൽ ദൈവത്തിന്റെ കരങ്ങളിലാണ്, പക്ഷേ അത് സൂക്ഷിക്കേണ്ടത് മനുഷ്യരാണ്. നിങ്ങളാണ്, ഞങ്ങളാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. എടാ എന്തു പോരാടാ, പഠിക്കുന്നതൊന്നും തലയിൽ കയറുന്നില്ല. ഒരു ഒടുക്കത്തെ പഠിത്തമൊന്ന് തീർന്നു കിട്ടിയാൽ മതി. ശരിയാടാ വീതേ, എനിക്കാണെങ്കിൽ മാത്സ് തലയിലോട്ട് കയറുന്നതേ ഇല്ല. എന്റെ കാര്യം പറയാതിരിക്കുന്നതാ ബുദ്ധി. എനിക്കൊന്നും തലയിൽ കയറുന്നില്ല. പക്ഷെ എന്റെ പേരൻസിന് എന്നെ എഞ്ചിനീയർ ആക്കാനാണ് ഇഷ്ടം. നീ എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ ഡോക്ടറാണ്. അതാണ് എന്റെ ഡാഡിയുടെ ആഗ്രഹം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ഘടകം നടപ്പിലാക്കുന്ന ഭദ്രം പ്ലസ് വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതികളിലൂടെ കൊടകര മർച്ചന്റ് അസോസിയേഷൻ 16,70,000 രൂപ വിതരണം ചെയ്തു. സനീഷ് കുമാർ ജോസഫ് MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. കൊടകര യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, ബാബു ജോർജ്, ജോഷി നെടുമ്പക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയ്ക്ക് ഇലക്ട്രിക് വാഹനം നൽകി ജില്ലാ പഞ്ചായത്ത്. ഇലക്ട്രിക് വാഹനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപിന് താക്കോൽ കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KC പ്രദീപ്, MK ശൈലജ, NM പുഷ്പാകരൻ, G സബിത എന്നിവർ പ്രസംഗിച്ചു. 61-ാം വയസ്സിലും കൈക്കരുത്തിൽ താൻ അജയ്യനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് വെള്ളിക്കുളങ്ങര സ്വദേശി പോൾ ദാസ് കിഴക്കെപ്പീടിക. കഴിഞ്ഞ ദിവസം ആസാമിലെ ദുലിയാജാനിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ 2 സ്വർണ്ണ മെഡൽ നേടി ഈ കായിക താരം ഗ്രീസിൽ നടക്കാനിരിക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 18 വയസ്സുള്ളപ്പോൾ മുതൽ പഞ്ചഗുസ്തി രംഗത്ത് കൈക്കരുത്ത് തെളിയിച്ച് തിളങ്ങി നിൽക്കുന്ന താരമാണ് പോൾ ദാസ്. 20 വയസ്സുള്ളപ്പോൾ മുതൽ പഞ്ചഗുസ്തി മത്സരങ്ങളിലും ശരീര സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുത്ത് ഒട്ടേറെ സമ്മാനങ്ങൾ നേടി. പഞ്ചഗുസ്തിയിൽ പലതവണ ദേശീയ ചാമ്പ്യനായി. മിസ്റ്റർ കേരളയായും മിസ്റ്റർ ഇന്ത്യയായും ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ തിളക്കമാർന്ന ജയം കരസ്ഥമാക്കി. 61-ാം വയസ്സിലെത്തി നിൽക്കുമ്പോഴും കൈക്കരുത്തിൽ പോൾദാസ് തന്നെയാണ് ദേശീയ ചാമ്പ്യൻ. ചിട്ടയായ പരിശീലനവും നിരന്തരമായ പ്രയത്നവുമാണ് തന്റെ വിജയരഹസ്യമെന്ന് പോൾദാസ് പറയുന്നു. ആസാമിൽ വെച്ച് നടന്ന ദേശീയ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2 സ്വർണ്ണ മെഡലുകൾ നേടി. ഇനി അടുത്ത മത്സരം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ്, അതോടൊപ്പം തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കും വേൾഡ് ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്കും എന്നെ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള പരിശീലനങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞു. ഗ്രീസിലും അതുപോലെ തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും സ്വർണം നേടുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളാണ് ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കായിക പ്രേമികളുടെയും മറ്റുള്ള എല്ലാവരുടെയും പ്രോത്സാഹനം ഞാൻ പ്രത്യേകം പ്രതീക്ഷിക്കുന്നു. ഈ മാസം 6 മുതൽ 8 വരെ ഓൾ ആസാം ആം റെസ്ലിംഗ് സ്പോർട്സ് അസോസിയേഷൻ ആസാമിലെ ദുലിയാജാനിൽ സംഘടിപ്പിച്ച 4ാമത് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിക്കൊണ്ടാണ് പോൾദാസ് തന്റെ അജയ്യത തെളിയിച്ചത്. 70 കിലോയ്ക്ക് മുകളിലുള്ള സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ ഇടതുകൈ, വലത്തുകൈ വിഭാഗങ്ങളിലാണ് ഈ താരം ഇരട്ട സ്വർണം കരസ്ഥമാക്കിയത്.
ജൂലൈ 24 മുതൽ 28 വരെ ബാംഗ്ലൂരിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്കും തുടർന്ന് ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിലേക്കും പോൾദാസ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2019 ചൈനയിൽ നടന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പോൾദാസ് ലോകതലത്തിലെ മികച്ച 10 താരങ്ങളിൽ ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പഞ്ചായത്ത് അംഗങ്ങൾ, കായിക പ്രേമികളായ സുഹൃത്തുക്കൾ എന്നിവരുടെ പിന്തുണയും പ്രോത്സാഹനവും അസമിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും സ്വർണ്ണ മെഡൽ നേടാനും തന്നെ സഹായിച്ചതെന്ന് പോൾദാസ് പറഞ്ഞു. അസമിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പ് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ നമ്മുടെ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായ അശ്വതി മാഡത്തിനെ കണ്ടിരുന്നു, കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ എന്ത് വേണം ചെയ്യാൻ പരമാവധി ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് നമുക്ക് വേണ്ടി ഇതിനുവേണ്ടി ബുദ്ധിമുട്ടി പലരെയും കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ മെമ്പർമാരും ഇതിനു വേണ്ടി പ്രത്യേകം പ്രയത്നിച്ച് എനിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ലോക ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കാനുള്ള പരിശീലനം ഈ കായിക താരം ആരംഭിച്ചു കഴിഞ്ഞു. ഗ്രീസിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ ചെലവേറുമെന്നതിനാൽ സാമ്പത്തികമായി തന്നെ സഹായിക്കാൻ സംഘടനകളോ സ്ഥാപനങ്ങളോ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് പോൾദാസ്. ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യനായ വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടികയ്ക്ക് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വാർഡിന്റെ അനുമോദനം നൽകി. വാർഡംഗം KR ഔസേപ്പ്, മുൻ അംഗം ക്ലാര ജോണി, വാർഡ് വികസന സമിതി അംഗം PM ജോണി, വയോജന ക്ലബ് പ്രസിഡന്റ് ബിന്നി ജോയ്, സെക്രട്ടറി ലീല വേലായുധൻ, കുടുംബശ്രീ CDS നിത്യ ബിജു, ആശാ വർക്കർ സുജാത ശശി, തൊഴിലുറപ്പ് മേറ്റ് മിനി ലെനിൻ, മോണിറ്ററിംഗ് സമിതി അംഗങ്ങൾ ദേവസി മാഞ്ഞുക്കാരൻ, പോൾ കോട്ടയ്ക്കൽ, ജോയ് മറ്റവന എന്നിവർ സന്നിഹിതരായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ സ്പോർട്സ് ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥയായ പ്രധാന അധ്യാപിക L ജസീമ, പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KJ ഷാബു, P മനോജ് കുമാർ, ക്ലബ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായി. എല്ലാ വർഷവും ഇതുപോലെ തന്നെ യുവജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള ഈ പ്രോജക്റ്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ക്ലബ്ബുകളും സമയബന്ധിതമായി ഇതിന് രജിസ്ട്രേഷൻ പുതുക്കാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇത് വളരെ വിദ്യാഭ്യാസ ഘടകം തന്നെയാണ്. കാരണം വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമാണ് എല്ലാ ക്ലബ്ബുകളും. അപ്പോൾ നമുക്ക് പറ്റാവുന്ന പരമാവധി ഉപകരണങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കാനായിട്ട് സന്നദ്ധമാണ്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ ക്ലബ്ബുകളുടെ രജിസ്ട്രേഷൻ പുതുക്കുക എന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് അതിന് അനുപാതികമായി ഫണ്ട് വെച്ച് ഈ സാമഗ്രികൾ വിതരണം ചെയ്യാൻ സാധിക്കൂ. ആധാർ കാർഡിലെ തിരിച്ചറിയൽ വിവരങ്ങൾ, വിലാസം അടക്കമുള്ളവ സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി നീട്ടി. സെപ്റ്റംബർ 14 വരെ ആധാർ വിവരങ്ങൾ സൗജന്യമായി പുതുക്കാം. സമയപരിധി അവസാനിക്കാറായതോടെ അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റും നല്ല തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. തീയതി നീട്ടിയ സാഹചര്യത്തിൽ ആധാർ ഉടമകൾ തിരക്ക് കൂട്ടേണ്ടതില്ല. പുതുക്കിയ വിവരങ്ങളുടെ തെളിവായി ആവശ്യമായ രേഖകൾ വ്യക്തികൾ സമർപ്പിക്കണം. ജൂൺ 14 വരെയായിരുന്നു സൗജന്യമായി ആധാർ കാർഡ് പുതുക്കാനുള്ള സമയപരിധി. എന്നാൽ ഇപ്പോൾ സൗജന്യ ഓൺലൈൻ ഡോക്യുമെന്റ് അപ്ലോഡ് പ്രകാരം UID AI 3 മാസത്തേക്ക് കൂടി നീട്ടി. 10 വർഷത്തിലൊരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ UID AI നിർദ്ദേശിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ കേന്ദ്രങ്ങൾ വഴിയും സേവനം ലഭ്യമാകുന്നതിന് 50 രൂപയാണ് ഫീസ് നൽകേണ്ടത്. കാലാവസ്ഥ. കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും പ്രീമെട്രിക് ഹോസ്റ്റലുകളിലും സ്റ്റുഡൻസ് കൌൺസിലറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത MA സൈക്കോളജി MSW. കേരളത്തിന് പുറത്ത് പഠിച്ചവർ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കൌൺസിലിംഗിൽ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, മുൻ പരിചയം എന്നിവ അഭികാമ്യം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഈ മാസം 22 വൈകിട്ട് 5-നകം ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസ് 1-ാം നില, മിനി സിവിൽ സ്റ്റേഷൻ, ചാലക്കുടി PO തൃശൂർ 680307 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0480296040, 0480270610. IHRDയുടെ കീഴിലുള്ള ചേർപ്പ് എക്സ്റ്റൻഷൻ സെന്ററിൽ DCA, PGDCA, ഡാറ്റ എൻട്രി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SC, ST, OIC വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് ലഭിക്കും. www.ihrdadmissions.org മുഖേന ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പകർപ്പും അനുബന്ധ രേഖകളും
ജൂൺ 27 വൈകിട്ട് 4-നകം സെന്ററിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0487 2340 8547 005089. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. ഇഞ്ചക്കുണ്ട് ഊന്നുകല്ലിൽ ചക്കിക്കല്ലിൽ ജോർജ് ഭാര്യ തങ്കമ്മ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 ഇഞ്ചക്കുണ്ട് ലൂർദ്മാത പള്ളിയിൽ. ജോജോ, ലിസ, ദീപ എന്നിവർ മക്കളും ടിനു, ചാൾസ്, വിനോജ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി ഒരുക്കി നാട്. കല്ലൂർ കൊല്ലക്കുന്ന് വളവിൽ ചരക്ക് ലോറി സ്വകാര്യ ബസ്സിലും കാറിലും ഇടിച്ചു. ആർക്കും പരിക്കില്ല. വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന നന്ദിക്കര സ്വദേശി മരിച്ചു. നന്ദിക്കര അരക്കണൽ ജയനാണ് മരിച്ചത്. ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് സംസ്ഥാനത്ത് മത്സ്യവില കുതിച്ചുയരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.